കൊച്ചിയിലൊരു ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചന്ദ്രക്കാരൻ, ഉറുമി, ലാൽബാഗ്, പഞ്ചാബ് ഹിമപസന്ത്, ലാൽ ബാദ്ഷാ, അൽഫോൺസ, രത്നഗിരി, മൽഗോവ, മൂവാണ്ടൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് മാമ്പഴങ്ങൾ, നാവിൽ രുചിയൂറുന്ന നിരവധി മാമ്പഴങ്ങൾ ഇവിടെയുണ്ട്. ഈ മാങ്ങകളുടെയൊക്കെ രുചി അറിയാൻ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. ജെൻസിയാണ് പോയത്. ജെൻസി എന്താണ് കണ്ടതെന്ന് നോക്കാം. ഇവിടെ ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കുന്നത്? അവിടെയാണല്ലേ? ഓക്കെ, താങ്ക് യു. മെറൈൻ ഡ്രൈവിന് തൊട്ടടുത്തുള്ള GCDA ഗ്രൗണ്ടിലാണ് ഈ മാംഗോ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സീസൺ 10 ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, അതിന് മുമ്പത്തെ വർഷങ്ങളിലെല്ലാം ഇവിടെ ഇങ്ങനെ മാംഗോ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതിനകത്ത് വരുമ്പോൾ തന്നെ, കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ്. പല മാങ്ങകളുടെ സ്മെല്ല്, ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു നല്ല പഴുത്ത മാമ്പഴത്തിൻ്റെ ഒക്കെ മണം. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്ന് വരെയാണ് ഇവിടെ മാങ്ങകൾ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെയൊക്കെ പേരാണ്. പല രീതിയിലുള്ള കൗതുകം ഉണർത്തുന്ന പേരുകളുണ്ട്. പല ആൾക്കാരുടെ പേരുകളിലോട് സാമ്യമുള്ള പേരുകളുണ്ട്. സിന്ദൂരം അല്ലെങ്കിൽ പഞ്ചവർണം കേട്ടിട്ടുള്ള പേര്, കൗതുകമുണ്ട് കുറച്ച് പേരൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ വിലയാണ്. വില കേട്ടാൽ അത്ര കൗതുകമില്ല. പല മാങ്ങകൾക്കും 100-ന് മേലെ തന്നെയാണ്. ഇവളാണ് മല്ലിക. മല്ലികയാണ്. മല്ലികയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 320 രൂപയാണ് ഒരു കിലോയ്ക്ക്. പിന്നെ ആന്ധ്ര പ്രിയൂരുണ്ട്, 240 രൂപ. ഇതിൻ്റെയൊക്കെ സ്മെല്ലാണ്, നല്ല അടിപൊളി മണമാണ്. നമുക്ക് മണത്താൽ തന്നെ കഴിക്കാൻ തോന്നും. പിന്നെ ഇവിടെ നടശാല, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പേരുകളാണ്. നല്ല പഴുത്ത മാങ്ങയുടെ മണം. മല്ലികയ്ക്ക് 1 കിലോ 320 രൂപയാണ്. മാങ്ങയ്ക്ക് ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റിവലിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ നമ്മുടെ കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു റീസൺ എന്താ? അതായത് നമ്മൾ ഇവിടെ എറണാകുളത്ത് ഒരുപാട് മാമ്പഴ പ്രേമികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ആദ്യം ചെറിയ രീതിയിൽ തുടക്കം കുറിച്ചതാണ്. അപ്പോൾ ഓരോ വർഷവും എറണാകുളത്തെ ജനങ്ങൾ, എറണാകുളം നിവാസികൾ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടിൻ്റെ പിൻബലത്തിലാണ് നമ്മളിത് 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നത്. ഈ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ AC ഡൂമൊന്നും ആയിരുന്നില്ല. ഈ വർഷം ചൂട് കൂടുതലുള്ളതുകൊണ്ട് അപ്പോൾ ഒരു ശീതീകരിച്ച റൂമിലാകുമ്പോൾ ജനങ്ങൾക്ക് വന്നിട്ട് ഇത് നിന്ന് വെയിറ്റ് ചെയ്തിട്ട്, ചൂടുണ്ടാവില്ല, അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് നിന്ന് പതുക്കെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുള്ള കഴിച്ച് നോക്കിയിട്ട് സ്വാദ് ഇഷ്ടപ്പെടുന്നത് വാങ്ങിക്കൊണ്ട് പോകുന്ന അവസരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കർണാടകക്കാരെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും രുചിച്ചിട്ടില്ലാത്ത മാങ്ങകളൊക്കെ ഒന്ന് വന്ന് കണ്ട് രുചിച്ചറിഞ്ഞ് പോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ് ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റിവൽ. മെയ് 3-ാം തീയതി തുടങ്ങിയതാണ്. മെയ് 19-ാം തീയതി വരെ, അതായത് ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ വരാത്തവരെന്തായാലും ഒന്ന് വന്ന് കണ്ട് രുചിച്ചറിഞ്ഞ് പറ്റുവാണെങ്കിൽ 1 കിലോ മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങ് പോകണം. വീഡിയോ ജേർണലിസ്റ്റ് ശരത് കുമാറിനോടൊപ്പം റിപ്പോർട്ടർ ജെൻസി ജേക്കബ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.